നമസ്കാരം. മലയാള ഭാഷയും ഭാഷയിൽ അധിഷ്ഠിതമായ സംസ്കാരത്തിൻ്റെയും സമൂഹത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ എത്തിക്കുന്ന ആ സംസ്കൃതിയുടെ പരിവേഷവും സമൂഹത്തിൻ്റെ നാനാ കോണുകളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഭാഷയുടെ ചൈതന്യം, അതായത് അക്ഷരങ്ങൾ മുതൽ അതിൻ്റെ ഉപയോഗക്രമം, അതിൻ്റെ വ്യാകരണ സിദ്ധാന്തം, ശാസ്ത്ര സങ്കല്പം, ഉപയോഗക്രമം, മറ്റുള്ളവരോട് എങ്ങനെ പറയുന്നു, മറ്റുള്ളവർ എങ്ങനെ ഉൾക്കൊള്ളുന്നു, എല്ലാം കോർത്തിണക്കിക്കൊണ്ട് നന്മയുടെ അറിവ് ഉൾക്കൊള്ളുന്ന, പകരുന്ന മലയാള ഭാഷയുടെ ചൈതന്യം എത്തിക്കുവാൻ വേണ്ടി മൈ ടീച്ചർ എന്ന കാര്യപരിപാടിയിലേക്ക് വീണ്ടും എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഭാഷ നന്മയാണ്. ഇത് പറയാൻ കാര്യം, ഭാഷ ഒരു സംസ്കാരമാണ്. ഒരു സംസ്കൃതിയിൽ അധിഷ്ഠിതം എന്ന് പറയുന്നത് തന്നെ ഒരു ചൈതന്യമാണ്. ഇതെന്തുകൊണ്ടെന്നാൽ ഒരു ഭാഷയിൽ കൂടി നാം പ്രയോഗിക്കുന്ന അറിവുകൾ സമൂഹത്തിൻ്റെ നന്മയ്ക്കോ വിദ്യാർത്ഥികളുടെ നന്മയ്ക്കോ ലോകോത്തരമായ എല്ലാ കാഴ്ചപ്പാടുകൾക്കും ഉൾക്കൊള്ളുന്ന അല്ല സർവോപരി എല്ലാവരെയും ഒന്നായി കാണുന്ന സങ്കല്പത്തിൽ കൂടിയും പോകുന്നത്, അതിൻ്റെ അർത്ഥം ഉളവാക്കുന്നത് ഭാഷയിൽ കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഭാഷ ഒരു ഏകസങ്കല്പത്തിൽ കൂടി പരിലസിക്കുന്ന ഒരു ദിവ്യമായ കാഴ്ചപ്പാട് ആണെന്ന് പറയാൻ കാര്യം. നാം ജീവിക്കുന്ന സാഹചര്യം, നാം ഉൾക്കൊള്ളുന്ന അറിവ്, അത് എന്താണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ആ അറിവ് നമ്മൾ ഒരു ചെറിയ കുട്ടി ആവുന്ന കാലം മുതൽ, ഈ ഭൂലോകത്തിൽ ജനിക്കുന്ന കാലം മുതൽ അതിൻ്റെ സ്രോതസ്സ് നാം ഉൾക്കൊള്ളുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ വളർച്ച, അതിൻ്റെ ഉൾക്കാഴ്ച ഒരു സുഗന്ധമായി പരിലസിക്കും. അതുകൊണ്ടാണ് അമ്മയുടെ സ്നേഹം പോലെ മാതൃത്വത്തിന് തുല്യമായ ആ സംസ്കൃതിയിൽ അധിഷ്ഠിതമായ ജീവിത പ്രക്രിയയിൽ കൂടി ഉള്ള അറിവ് നാം ഉൾക്കൊള്ളണം എന്ന് പറയുന്നത്. ആ അറിവ് ആദ്യമായി ലഭിക്കേണ്ടത് മാതാപിതാക്കളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പല അധ്യായങ്ങളിൽ കൂടി കടന്നു പോകുമ്പോഴും പറയുന്ന വളരെ പ്രത്യക്തമായ ഒരു കാര്യമാണ് ഭാഷ പഠിക്കുക എന്നുള്ളത്. കഴിയുന്നതും മാതാപിതാക്കൾ കുട്ടികളെ, വിദ്യാർത്ഥികളെ മാതൃഭാഷയുടെ അറിവ് നല്ല രീതിയിൽ അക്ഷരങ്ങൾ മുതൽ ഈ നമ്മൾ പഠിക്കുന്ന ഓരോ കാര്യവും അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ചേതോ വികാരമായി ഉണർത്തണം എന്ന് പറഞ്ഞുകൊള്ളുന്നു. നാം ജീവിക്കുന്ന സാഹചര്യം, നാം ജീവിക്കുന്ന സ്ഥലം എല്ലാം ഉൾക്കൊണ്ട് തന്നെ, എല്ലാ കാര്യങ്ങളെയും അംഗീകരിച്ചുകൊണ്ട് തന്നെ നമ്മുടെ മാതൃഭാഷയുടെ സംസ്കൃതിയെ ഉൾക്കൊള്ളണം. ആ സംസ്കൃതിയിൽ അധിഷ്ഠിതമായ ജീവിത സങ്കല്പം നന്മയുള്ളതാണ്. ആ നന്മയെ ഉൾക്കൊള്ളണമെങ്കിൽ തീർച്ചയായും അത് പഠിച്ചേ തീരൂ. നമുക്ക് അറിയാം, ഇന്ന് കണ്ടുവരുന്ന ഓരോ മാറ്റങ്ങൾ പ്രകൃതിയിൽ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പ്രകൃതിയെക്കുറിച്ച് പറഞ്ഞിരുന്നു, കൃഷി സങ്കല്പത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. മലയാളം പഠിക്കുക എന്ന് തന്നെ ഞാൻ വീണ്ടും പറയുന്നു, അക്ഷരങ്ങൾ പഠിക്കുക മാത്രമല്ല, അക്ഷരങ്ങൾ പഠിക്കുന്നതിനോട് കൂടി തന്നെ വ്യാകരണം പഠിക്കണം, എഴുതുവാനും വായിക്കുവാനും പഠിക്കണം. അതിൻ്റെ കൂടെ തന്നെ അതിലുള്ള ഒരു സംസ്കൃതിയുണ്ട്, ആ സംസ്കാരം, കൃഷിയുണ്ട്, ജീവിത രീതിയുണ്ട്, മനുഷ്യനെ സ്നേഹിക്കുന്ന അംശങ്ങളുണ്ട്, നമ്മുടെ മണ്ണിനെ സ്നേഹിക്കുന്ന രീതിയുണ്ട്, പ്രകൃതിയെ സ്നേഹിക്കുന്ന അംശങ്ങളുണ്ട്. ഇതെല്ലാം കൂടി കോർത്തിണക്കി മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമ്മൾ ഭാഷയുടെ ചൈതന്യം ശരിയായിട്ടുള്ള രീതിയിൽ ഉൾക്കൊള്ളാൻ സാധ്യമാവുകയുള്ളൂ. ആയതുകൊണ്ട് തന്നെ നാം ഇന്ന് ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് നാം പോവുകയാണ്. ജലം. ഇന്ന് കണ്ടുവരുന്ന നമ്മുടെ
നാട്ടിൽ തന്നെ ഉഷ്ണത്തിൻ്റെയും വേനൽക്കാലത്തിൻ്റെയും രീതി അതിൻ്റെ ഉന്നതമായ രീതിയിൽ എന്ന് പറയുന്നത് അതിൻ്റെ തീക്ഷ്ണമായ സ്വഭാവത്തോടു കൂടി വരൾച്ചയുടെ അങ്ങേയറ്റം ചൂടിൻ്റെ രീതിയിൽ കൂടി പോകുമ്പോൾ, അത് അനുഭവിച്ച് മുന്നോട്ട് പോകുമ്പോൾ നാം അത് എങ്ങനെ ആ സാഹചര്യത്തിലേക്ക് വന്നു പെട്ടു എന്നുകൂടി ചിന്തിക്കേണ്ടതുണ്ട്. നാം ഉൾക്കൊള്ളുന്ന നമ്മുടെ വീട്, നമുക്ക് ചുറ്റുമുള്ള നേരത്തെ പറഞ്ഞ പോലെ തൊടി, ഇതെല്ലാം നമ്മൾ നേരത്തെ പഠിച്ചതാണ്. വീട്, തൊടി, പാടം, പുരയിടം, ഇതെല്ലാം കൂടെ കോർത്തിണക്കി നാട്, ഇതെല്ലാം കൂടെ കോർത്തിണക്കി ഒരു ശുദ്ധമായ ജീവിത പ്രക്രിയയായിരുന്നു നമ്മളുടേത്, അല്ലേ? പക്ഷേ എന്തുകൊണ്ട് നമ്മുടെ സാഹചര്യങ്ങൾ മാറുന്നതനുസരിച്ച് നമ്മൾ മാറുന്നില്ല എന്നതാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന കാര്യം. നാം കൃഷിയെ സ്നേഹിക്കുമ്പോൾ, നാം നമ്മുടെ ഭവനത്തെ അല്ലെ വീടിനെ സ്നേഹിക്കുമ്പോൾ, നമ്മുടെ ചുറ്റുമുള്ള തൊടിയോ പുരയിടത്തിനെയോ മണ്ണിനെ സ്നേഹിക്കുന്നുണ്ടോ? ജലത്തെ നാം എങ്ങനെ സംരക്ഷിക്കുന്നു? ഒരു മഴയുണ്ടാകുമ്പോൾ മഴ വരുന്നതനുസരിച്ച് ജലം സംരംഭിക്കുന്ന അല്ലെ അത് സംഭരണ ശേഷിയുള്ള ഒരു ക്രമീകരണം നമുക്ക് ഉണ്ടായിരുന്നു. പുരയിടങ്ങൾ ഉണ്ടാകുമ്പോൾ ആ വെള്ളം ഒഴുകിയെത്തുമ്പോൾ അത് ഒരു സംഭരണിയായി മാറി വരുമ്പോൾ ആ സംഭരണി ആ മണ്ണിൻ്റെ ഈർപ്പം അണിയിക്കാൻ, മണ്ണിൻ്റെ ഈർപ്പം വലിച്ചെടുക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള സംഭരണികൾ, അത് കുളം ഉണ്ടായിരുന്നു, നമുക്ക് കിണറിൻ്റെ ചുറ്റുമുള്ള ചെടികൾ അത് നടുന്ന രീതി ഉണ്ടായിരുന്നു. അതിന് ചുറ്റുമുള്ള മണ്ണിനെ എങ്ങനെ നനവുണ്ടാക്കും എന്ന രീതിയിലുള്ള ചെറിയ ചെറിയ തോടുകൾ വരെ ഉണ്ടായിരുന്നു. ആ കൃഷി ഇടങ്ങളിലേക്ക് പോകാൻ പറ്റാവുന്ന ആ വെള്ളം അല്ലെ ജലത്തിൻ്റെ അംശം ഒരു ക്രമീകൃതമായിട്ടുള്ള രീതിയിൽ അതിൻ്റെ സംഭരണ വ്യവസ്ഥയിൽ കൂടി മുന്നോട്ട് പോകുന്ന ഒരു പ്രതീകം നമ്മൾ തുടർന്ന് പൊയ്ക്കൊണ്ടിരുന്നു. നാം നമ്മളിലേക്ക് മാത്രം ശ്രദ്ധിക്കുക, ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം. നാം നമ്മളിലേക്ക് മാത്രം നോക്കുമ്പോൾ, നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ മറന്നു പോകുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മളെ തന്നെയാണ്. ഏറ്റവും പ്രാധാന്യമുള്ളൊരു കാര്യമാണ് പറയുന്നത്. നമ്മൾ ഒരു വ്യക്തി, ഒരു വളർന്നു വരുന്ന വിദ്യാർത്ഥി, അത് മനസ്സിലാക്കി മുന്നോട്ട് ജീവിതം നയിക്കുന്ന ഒരു കുടുംബം എന്തുമായിക്കോട്ടെ, നാം നമ്മളെ തന്നെ നോക്കാതെ നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതിയെയും നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെയും കാലാവസ്ഥ ക്രമീകരണം ബാധിക്കുന്ന രീതിയിലുള്ള ജീവിത പ്രക്രിയ ആണോ എന്നുള്ളതും കൂടി നാം മനസ്സിലാക്കി മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഒരു വിജയ പ്രക്രിയയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ജലം നമുക്ക് പറയാം, ജലം പ്രകൃതിയുടെ വരദാനമാണ്, അല്ലേ? ജലം പ്രകൃതിയുടെ വരദാനമാണ്. നദികളും തണ്ണീർത്തടങ്ങളും ഇന്ന് വറ്റി വരളുന്നു. ഭൂഗർഭജലം താഴുന്നു. കൊടും വളർച്ച, എന്തൊരു ചൂട്! ജലത്തിൻ്റെ ആസൂത്രിതമായ വിനിയോഗം, മഴവെള്ള സംരക്ഷണം എന്നിവയിലൂടെ മാത്രമേ കടുത്ത ജലക്ഷാമം നമുക്ക് പരിഹരിക്കാൻ സാധ്യമാവുകയുള്ളൂ. ഏറ്റവും ശ്രദ്ധയായിട്ടുള്ള കാര്യം ഒന്ന്, ജലത്തിൻ്റെ ആസൂത്രിതമായ വിനിയോഗം. ജലം ഒരു ഔഷധമാണെന്ന് പറയാം, അല്ലേ? ജലം ഔഷധമാണോ? മനുഷ്യനെ ജീവിക്കാൻ ഉപകരിക്കുന്ന അല്ലെ മനുഷ്യനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശേഷിയുള്ള ഒരു ഔഷധമാണ്. ജലമില്ലെങ്കിൽ ജീവിക്കാൻ സാധ്യമാവുകയില്ല. അതിൻ്റെ വിനിയോഗമാണ് പ്രധാനം. അത് എങ്ങനെ നമ്മൾ ശുദ്ധമായി ഉപയോഗിക്കുമ്പോൾ, നമ്മൾ നേരത്തെ കിണർ അതിനെ എങ്ങനെ സംരക്ഷിക്കണം എന്നൊക്കെ നേരത്തെ പല അധ്യായങ്ങളിൽ കൂടി പറഞ്ഞില്ലേ, നമ്മൾ എല്ലാം പഠിച്ച കാര്യങ്ങളാണ്. പക്ഷേ അതിൻ്റെ വിനിയോഗമാണ് പ്രധാനം. ജലസംരക്ഷണം, ജലത്തിൻ്റെ വിനിയോഗം, മഴവെള്ള സംരക്ഷണം എന്നിവ വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്.
കേരളത്തിൻ്റെ സാംസ്കാരിക തനിമയായ നദികളും അതിൽ നിന്ന് ലഭിക്കുന്ന സുലഭമായി ലഭിക്കുന്ന ജലത്തിൻ്റെ സ്രോതസ്സ് ഇതെല്ലാം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടു കിടന്നിരുന്നു. മഴവെള്ളം ഒഴുകിപ്പോകാതെ പറമ്പുകളിൽ അവിടെയും ഇവിടെയും കുഴികളെടുത്ത്, ശ്രദ്ധിക്കുക, ജലം ഒഴുകിപ്പോകാതെ, മഴ പെയ്യുമ്പോൾ ജലം ഒഴുകിപ്പോകാതെ പുരയിടങ്ങളിൽ, നമുക്ക് ചുറ്റുമുള്ള പുരയിടങ്ങളിൽ കുഴികളെടുത്തിട്ട് ജലം സംരക്ഷിക്കുന്ന രീതി, ഇത് ഈ വെള്ളം ഒഴുകിപ്പോകുമ്പോൾ കുഴിയിൽ ചെന്ന് താഴുന്നു അല്ലേ? ഇന്ന് നമ്മൾ കണ്ടുവരുന്ന കൃഷിസങ്കല്പം മാറുമ്പോൾ, ഞാൻ ആധുനികതയോ പഴമയോ വെച്ചുള്ള തുലനം ചെയ്യുകയല്ല ഇവിടെ. ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം, ഇത് ഉൾക്കൊള്ളണം എന്നുള്ള ഒരു കാര്യവിചാരം നമ്മളിൽ, മലയാളികളിൽ ഉണ്ടാകണം എന്നുള്ള ചിന്ത മാത്രം. അതുകൊണ്ട് തന്നെ പ്രകൃതിയെ സ്നേഹിക്കുക. മഴ വരുന്ന സമയത്ത് പ്രത്യേകിച്ച് നമ്മുടെ പുരയിടങ്ങളിൽ ജലസ്രോതസ്സ് ഉണ്ടാകാനും ആ സ്രോതസ്സ് ജലം താഴാനും വേണ്ടി ധാരാളം കുഴികൾ അവിടെയും ഇവിടെയും എടുത്തിരുന്നു. അവിടെ നിന്ന് ലഭിക്കുന്ന ജലം കൃഷിയുടെ ഉപയോഗക്രമത്തിൽ കൂടി അത് പരിലസിച്ചിരുന്നു, അത് ഉപയോഗിച്ചിരുന്നു. പക്ഷേ ഇന്ന് ഒരു നാളികേരം, ഒരു തെങ്ങ് വെച്ചാൽ തന്നെ ആ തെങ്ങിന് വേണ്ടിയുള്ള വെള്ളത്തിന് നാം അവിടെയും ഇവിടെയും പരക്കം പായുന്നത് പലപ്പോഴും നാട്ടുമ്പുറങ്ങളിൽ എനിക്ക് കാണാനിടയായി. വളരെ ദുഃഖം തോന്നി. പക്ഷേ നാം ഇതിന് അനുയുക്തമായ രീതിയിലുള്ള സ്രോതസ്സ് ഉണ്ടാക്കാൻ തീർച്ചയായും നമുക്ക് കഴിയും. ഓരോ പുരയിടങ്ങളിലും ചെറിയ കുഴികൾ ഉണ്ടാക്കുക. മുൻകാലങ്ങളിൽ കുളങ്ങളുണ്ടായിരുന്നു. കുള സംരക്ഷണം നമ്മുടെ ജീവിത ക്രമീകരണത്തിലുണ്ടായിരുന്നു. ആ കുളത്തിൽ നിന്ന് ലഭിക്കുന്ന ആ വെള്ളം, ആ ഭൂമിക്കുണ്ടാകുന്ന നനവ്, ഇതെല്ലാം കേരളീയ സംസ്കാരത്തിൻ്റെ, കേരളീയ മാനുഷിക ജീവിത പ്രക്രിയയിൽ സുലഭമായി, ജീവിത സംഭരണ വ്യവസ്ഥയിൽ നാം അനുഷ്ഠിച്ചു പോകുന്ന കാര്യപ്രക്രിയ ആയിരുന്നു. അപ്പോൾ ജലം നമുക്ക് സംരക്ഷിക്കാനും സാധിക്കും. വേരുകൾ ഇല്ലാത്തൊരവസ്ഥയായി. വേരുകൾ പിടിച്ചു നിർത്തുമ്പോൾ ജലാംശം അവിടെ ഉണ്ടാകുന്നു. പലപ്പോഴും അതിനനുസൃതമായ കൃഷി സമ്പ്രദായം നമുക്ക് ഉണ്ടായിരുന്നു. ഈ ജലസ്രോതസ്സ് ഈ ധാരാളം നമ്മൾ കുഴികൾ ഉണ്ടാകുമ്പോൾ അവിടെ നിന്ന് പല കൃഷികൾ ഉണ്ടാകുമ്പോൾ അങ്ങോട്ട് വിടുന്ന ജലത്തിൻ്റെ അംശം, അല്ലെ അവിടെ ചെന്ന് എത്തുന്ന ജല അംശം വെട്ടി ഈ രണ്ട് വശത്തേക്കും ഈ മണ്ണ് വെട്ടിമാറ്റി അവിടെ എത്തിക്കുന്ന ഒരു സമ്പ്രദായം നമ്മൾ ചെയ്തിരുന്നു. അങ്ങനെ ലളിതമായി ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ, വളരെ ലളിതമായി നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാവുന്ന കാര്യങ്ങൾ, അങ്ങനെ ജലം എന്ന ആ മഹത്തായ ജീവിതത്തിന് ഒരു ഔഷധമായ, നമുക്ക് മുന്നോട്ട് ജീവിതത്തെ എന്നും ആത്മവിശ്വാസം തകരുന്ന, ജീവിതം തരുന്ന ആ പുണ്യമായ തീർത്ഥം, ജലം തീർത്ഥമാണ്. അതിനെ നാം ശരിയായ രീതിയിൽ വിനിയോഗിച്ചാൽ, ശരിയായ രീതിയിൽ നാം ഉൾക്കൊണ്ടാൽ തീർച്ചയായിട്ടും നമുക്ക് ജലം സംരക്ഷിക്കാനും സാധിക്കും. നാം നേരത്തെ പറഞ്ഞതുപോലെ ഒന്നുകൂടി പറയുന്നു, പുരയിടങ്ങളിൽ ചെറിയ ചെറിയ കുഴികളെടുക്കുക. മഴവെള്ള സംഭരണ വ്യവസ്ഥകൾ ഇന്ന് ഉണ്ടാകുന്ന രീതിയിൽ, ഏതൊക്കെ രീതിയിൽ നമ്മൾ ക്രമീകൃതമായി ഉണ്ടാക്കുന്നുവോ അതൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അതിനുശേഷം ആ ജലം ശേഖരിക്കുക. ഇന്ന് ധാരാളം ആധുനികമായ പ്രക്രിയകളുണ്ട്. ആ ആധുനിക പ്രക്രിയകളെല്ലാം ഉൾക്കൊണ്ട് തന്നെ ആ സംഭരണ വ്യവസ്ഥിതി ഓരോ വീടിൻ്റെയും ഓരോ വ്യക്തിയുടെയും ഒരു അവകാശമാണ്, ഓരോ വ്യക്തിയുടെയും ഒരു കർമ്മമാണ് എന്നുള്ള ഒരു ചിന്താധാര മനസ്സിൻ്റെ ഉള്ളിൽ തീക്ഷ്ണമായി ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് നാളെ ഒരു നന്മയാർന്ന ഒരു വിശ്വാസത്തിൻ്റെ പ്രതീകമായി നമുക്ക് വരാൻ സാധ്യമാവുകയുള്ളൂ. അത്രയും വിലപ്പെട്ട ഔഷധമാണ് ജലം. ശരി, നമ്മൾ വ്യാകരണ വ്യവസ്ഥിതിയിൽ നാം ധാരാളം കാര്യങ്ങൾ പഠിക്കുകയുണ്ടായി അല്ലേ? എഴുതാനും വായിക്കാനും. ഒരു വാചകമുണ്ടാകുമ്പോൾ, ഒരു വാക്യമുണ്ടാകുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന വ്യാകരണ ക്രമീകരണം എന്ന് പറയുന്നത് ഒരു വാചകം എഴുതുന്ന സമയത്ത് അതിൻ്റെ അർത്ഥതലങ്ങൾ പൂർണ്ണമാകുമ്പോൾ മാത്രമേ അതിൽ വ്യാകരണത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു വാചക ഘടന ഉണ്ടാവുള്ളൂ അല്ലേ? ആ വാചക ഘടന നാം എഴുതുമ്പോഴും പറയുമ്പോഴും ശുദ്ധമായ രീതിയിൽ സംസാരിക്കുമ്പോഴും
ക്രമീകൃതമായ വ്യവസ്ഥയിൽ അത് ക്രമപ്പെടുത്തുമ്പോഴും അത് അതിന് ഭാഷയുടെ ചൈതന്യം കിട്ടും. അങ്ങനെയുള്ള ഭാഷാ ചൈതന്യത്തിൻ്റെ സാരാംശം നാം ഉൾക്കൊണ്ടെങ്കിൽ മാത്രമേ വളർന്നു വരുന്ന തലമുറയ്ക്ക്, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക്, അത് നല്ല രീതിയിൽ ഉപയുക്തമായി തീരുകയുള്ളൂ. ആയതുകൊണ്ട് ഇന്ന് നമ്മൾ പഠിക്കുന്ന ഖിലനാമത്തെക്കുറിച്ചാണ്. ഖിലനാമം. ഖിലനാമം. നാമവ്യവസ്ഥയിൽ നാമങ്ങളൊക്കെ സന്ദർഭമനുസരിച്ച് എല്ലാ വിഭക്തിയിലും കാണപ്പെടേണ്ടതുണ്ട്. നാമങ്ങളെല്ലാം സന്ദർഭമനുസരിച്ച് എല്ലാ വിഭക്തിയിലും കാണപ്പെടേണ്ടതുണ്ട്. ചില നാമങ്ങൾക്ക് ചില വിഭക്തിയിൽ മാത്രമേ പ്രയോഗമുള്ളൂ. ഇത്തരം നാമത്തെ ഖിലനാമം എന്ന് പറയുന്നു. ഒന്നും കൂടി, നാമങ്ങളൊക്കെ സന്ദർഭമനുസരിച്ച് എല്ലാ വിഭക്തിയിലും കാണപ്പെടേണ്ടതുണ്ട്. ചില നാമങ്ങൾക്ക് ചില വിഭക്തിയിൽ മാത്രമേ പ്രയോഗിക്കാൻ സാധ്യമാവുകയുള്ളൂ. ഇത്തരം നാമത്തെ ഖിലനാമം എന്ന് പറയുന്നു. ആധാരിക വിഭക്തിയിലാണ് ഖിലനാമങ്ങൾ അധികവും കാണപ്പെടുന്നത്. അപ്പം ഏതൊക്കെ രീതിയിലാണെന്ന് പറയാം. കാലം, ദേശം, അല്ലേ? കാലം, ദേശം, ദിക്ക്, രീതി, എന്നിങ്ങനെയൊക്കെയാണ് ഖിലനാമങ്ങളിൽ പ്രയോഗം. അതായത് ഉദാഹരണത്തിന് ഇന്നലെ, പണ്ട്, നാളെ, രാവിലെ, അപ്പോൾ, അന്ന്. ഇതൊക്കെ കാലവാചികൾ എന്ന് പറയും. അതായത് ഇന്നലെ, പണ്ട്, ഇതൊക്കെ ഒരു കാലത്തിൻ്റെ ക്രമീകരണം ഇവിടെയാണ് കാണിക്കുന്നത്. ഇന്നലെ എന്ന് കഴിഞ്ഞു പോയി, ഇന്നലെ അതൊരു കാലത്തിൻ്റെ ഭാഗമാണ്. പണ്ട്, അല്ലേ? നാളെ കാലത്തിൻ്റെ ഭാഗമാണ്. രാവിലെ പുലർച്ചെ എന്നുള്ള കാലത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ, അന്ന്, ഇത് കാലവാചികൾ എന്ന് പറയുന്നതിന്. അതുകൊണ്ട് തന്നെ ദേശവാചികൾ എന്ന് പറയുന്നത് ദേശവാചികൾ, ഇത് കാലവാചികൾ. ഇന്നലെ, പണ്ട്, നാളെ, രാവിലെ, അപ്പോൾ, അന്ന്, ഇതെല്ലാം കാലവാചികൾ. ഖിലനാമത്തെ പറ്റി പറഞ്ഞു. കാലത്തിൻ്റെയും ദേശത്തിൻ്റെയും ദിക്കിൻ്റെയും രീതികളെയും ഇങ്ങനെയുള്ള ക്രമീകരണ വ്യവസ്ഥയിൽ കൂടിയുള്ള ക്രമീകൃതമായിട്ടുള്ള അർത്ഥതലങ്ങൾ അടങ്ങിയിരിക്കുന്ന വാക്യസിദ്ധാന്തത്തെയും അതിൻ്റെ പ്രയോഗത്തെയുമാണ് അത് ഉൾക്കൊള്ളുന്നത്, ഖിലനാമത്തെ. ശരി, ഇവിടേക്ക്, എങ്ങോട്ട്, വലത്തോട്ട്, ഇങ്ങനെയൊക്കെയുള്ള ഉദാഹരണ സംവിധാനമുള്ള കാര്യങ്ങൾ നമ്മളിവിടെ പ്രകാശവാചികൾ എന്ന് പറയുന്നു. പ്രകാശവാചികൾ എന്ന് പറയുന്നു. അതുപോലെ അങ്ങനെ, ഇങ്ങനെയുള്ള പല രീതികൾ, പല സംവിധാനങ്ങൾ ഉള്ള ക്രമീകൃതമായ ഖിലനാമ സമ്പ്രദായം കാലത്തെയോ, നേരത്തെ പറഞ്ഞ ദേശത്തെയോ, ദിക്കിനെയോ, രീതിയോ കുറിക്കുന്ന സിദ്ധാന്തമാണ് ഖിലനാമ സങ്കല്പത്തിലുണ്ട്. ഇപ്പോൾ സംബോധനയിൽ മാത്രം ഒതുങ്ങുന്നതുണ്ട്. സംബോധന ഇട, ഇടി, എടോ എന്നൊക്കെ പറയുന്നത് ഖിലനാമങ്ങളാണ്. ഇതൊക്കെ ഖിലനാമങ്ങളാണ്.
ഇത് നമ്മുടെ ഉപയോഗക്രമത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. നമ്മൾ നാമത്തെക്കുറിച്ച് പഠിച്ചപ്പോഴും നാമത്തിൻ്റെ ഉപയോഗക്രമത്തെക്കുറിച്ച് പഠിക്കുമ്പോഴും അതിൻ്റെ ചില ഉപഘടനകളുടെ സാമ്പ്രദായികമായിട്ടുള്ള വ്യാകരണ സിദ്ധാന്തത്തിൽ വരുമ്പോഴാണ് ഇതൊക്കെ നാം പഠിക്കേണ്ടി വരുന്നത്. ഒന്നുകൂടെ പറയാം, നാമങ്ങളൊക്കെ സന്ദർഭമനുസരിച്ച് എല്ലാ വിഭക്തിയിലും കാണപ്പെടുന്നുണ്ട്. സന്ദർഭം അനുസരിച്ചാണ് നാമങ്ങൾ പലപ്പോഴും കാണപ്പെടുന്നത്. അപ്പോൾ ചില നാമങ്ങൾക്ക് ചില വിഭക്തിയിൽ മാത്രമേ പ്രയോഗിക്കാൻ സാധ്യമാവുകയുള്ളൂ. ഇത്തരം നാമത്തെയാണ് ഖില നാമം എന്ന് നാം പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഉദാഹരണ സംവിധാനവും ഇവിടെ കണ്ടു. നാം അനുഷ്ഠിക്കുന്ന വ്യാകരണ സിദ്ധാന്തത്തിൻ്റെ ഉപയോഗക്രമം ഇന്ന് ആധുനികമായ പ്രക്രിയയിൽ ഒരു പരിധിവരെ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതൊരു വാസ്തവമാണ്. പലരും ചോദിക്കുകയുണ്ട് അതിനെപ്പറ്റി. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ കൂടി നാം അലങ്കാരങ്ങളും ഉപമകളും മറ്റും കവിതകളിലൊന്നും ഉൾപ്പെടുത്തുന്നില്ല, ശരിയാണ്. എന്നിരുന്നാലും ഭാഷയുടെ ഒരു ചൈതന്യം, ഭാഷയുടെ ഒരു ചൈതന്യവും അതിൻ്റെ ഒരു ക്രമീകരണ വ്യവസ്ഥയിൽ കൂടിയുള്ള ഒരു സിദ്ധാന്തം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉപയോഗം വരുമ്പോൾ മാത്രമേ ആ ഭാഷയ്ക്കൊരു സൗന്ദര്യം കിട്ടുകയുള്ളൂ, അല്ലേ? ഭാഷയ്ക്കൊരു സൗന്ദര്യമുണ്ട്, അതിൻ്റെ ഉപയോഗത്തിനൊരു സൗന്ദര്യമുണ്ട്. അതുകൊണ്ടാണ് നാം ഈ വ്യാകരണം പഠിക്കുന്നത്. കുറച്ച് വ്യാകരണമെങ്കിലും നാം പതിയെ പഠിക്കും. നാം ഇത്രയും കുറേ നാളുകളായി നമ്മൾ ഓരോ കാര്യങ്ങളിൽ നിന്ന് പഠിച്ചുകൊണ്ട് വരികയാണ്, ചെറിയ ചെറിയ രീതിയിൽ. ഭാഷ പഠിക്കുന്നതിനോട് കൂടി തന്നെ അതിനിപ്പം മറ്റ് പല പദങ്ങൾ പഠിക്കുന്നതിനോട് കൂടി തന്നെ ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ ചെറിയ രീതിയിൽ നാം പഠിച്ചു മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭാഷയുടെ അറിവും ചൈതന്യവും നമുക്ക് ഉപകാരപ്രദമായി തീരും. ഇതിൽ യാതൊരു തർക്കവുമില്ല. ശരി, നാം എന്തിനു വേണ്ടിയാണ് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് നാം നന്നായി സംസാരിക്കുന്നത്? കാര്യങ്ങൾ മനസ്സിലായാൽ പോരെ എന്ന് ഒരുപക്ഷെ ചിലർ ചോദിക്കും. നാം എങ്ങനെ സംസാരിക്കും, നാം എങ്ങനെ ഒരു വാചക ഘടന ഉപയോഗിക്കും, അല്ലെങ്കിൽ അത് എങ്ങനെ മറ്റുള്ളവരോട് പറയുമ്പോൾ കേൾക്കുന്ന ആൾക്ക് എങ്ങനെ മനസ്സിലാകും? നാം പറയുന്നത് ശരിയാണോ? നമ്മൾ പറയുന്ന കാര്യം മറ്റുള്ളവർ കേൾക്കുമ്പോൾ എന്ത് ധരിക്കും എന്നൊക്കെ ഒരു മാനസികമായിട്ടുള്ള ചിന്ത നമുക്കുണ്ടല്ലേ. അതുകൊണ്ടാണ് പറയുന്നത് നന്നായി ഉച്ചരിക്കുന്ന രീതിയിലുള്ള പ്രയോഗം. ഉച്ചാരണ ശുദ്ധിയെക്കുറിച്ച് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉച്ചാരണം നാം എപ്പോഴും പറഞ്ഞു പഠിക്കുമ്പോൾ മാത്രമേ അത് പൂർണ്ണതയിലെത്തുകയുള്ളൂ. ഒരു പദം എങ്ങനെ ഉച്ചരിക്കുന്നവോ അതുകൊണ്ടാണ് ഈ കേട്ടെഴുത്ത് എന്ന സമ്പ്രദായവും പണ്ട് ഇന്നും വിദ്യാലയങ്ങളിലുണ്ട്. കേട്ടെഴുത്തെന്നുള്ള സമ്പ്രദായം, അത് എഴുതുകയും അത് പറയിപ്പിക്കുകയും പദ്യങ്ങൾ ചൊല്ലിപ്പിക്കുകയും ഉറക്കെ വായിക്കുകയും എന്നുള്ള രീതി നമുക്ക് ഉണ്ടായിരുന്നത്. തീർച്ചയായിട്ടും കുട്ടികൾ, വളർന്നു വരുന്ന കുട്ടികൾ ഉറക്കെ വായിച്ചെങ്കിൽ മാത്രമേ ശുദ്ധമായ ഭാഷ കൈകാര്യം ചെയ്യാൻ സാധ്യമാവുകയുള്ളൂ. ആ ശുദ്ധമായ വാചക ക്രമീകരണം നമ്മൾ എന്ത് പറയുന്നുവോ അത് ശരിയായിട്ടുള്ള രീതിയിൽ ഉച്ചരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടാവും. ധൈര്യമായി നമ്മൾ കൂടുതൽ പഠിക്കാൻ സാധിക്കും, മറ്റുള്ളവരെ പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെയൊക്കെയുള്ള ധാരാളം കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമ്മളെ മാതൃഭാഷ പഠിക്കുന്നതിനോട് കൂടി തന്നെ 3 കാര്യങ്ങൾ. കുട്ടികൾ ഉറക്കെ വായിച്ചു പഠിക്കുക. മൗനവാദനയെപ്പറ്റി ഞാൻ നേരത്തെ പറഞ്ഞു. മൗനവാദന ഒരു പരിധി വിട്ടതിന് ശേഷം മാത്രം മൗന വായനയിലേക്ക് നാം ചെന്നെത്താവൂ. പ്രത്യേകിച്ചും വളർന്നു വരുന്ന അടിസ്ഥാനപരമായ കാര്യങ്ങൾ പഠിക്കുന്ന കുട്ടികൾ ഉറക്കെ വായിച്ച് പഠിക്കണം എന്നുള്ളതിൻ്റെ ശാസ്ത്രം ഇതുതന്നെയാണ്. തെറ്റില്ലാത്ത രീതിയിൽ ഭാഷ കൈകാര്യം ചെയ്യുന്ന ഒരവസ്ഥ നമ്മളിലേക്ക് എത്തും. അപ്പോൾ തെറ്റും ശരിയും നാം ചിന്തിക്കേണ്ടതുണ്ട്. നമുക്ക് കുറേ കാര്യങ്ങൾ ചിന്തിക്കാം. കൂടി നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നൊരു 2 കാര്യങ്ങളാണ് കൂടി. ഇന്ന് നീയും കൂടി വന്നുകൊള്ളൂ. ഇന്നു നീയും കൂടി വന്നുകൊള്ളൂ.
നീയും കൂടി വന്നുകൊള്ളൂ. ഇത് തെറ്റാണ്. ഇത് തെറ്റാണ്. പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് ഇന്ന് നീയും കൂടി വന്നുകൊള്ളൂ. എന്തിനാണിത്? ഇന്ന് നീയും വന്നുകൊള്ളൂ. നീ ഒരു വ്യക്തിയാണ്. ഇന്ന് നീ വന്നുകൊള്ളൂ. എത്ര മനോഹരമായി പറയാം. നീ എന്തിനാണ് നീയും കൂടി എന്നുള്ള വ്യാകരണ പലപ്പോഴും ഉപയോഗിക്കുന്നത്? കൂടി എന്നുള്ള കൂടി പദം നമ്മൾ ഉപയോഗിക്കുന്നത്. ഇന്ന് നീ വന്നുകൊള്ളൂ. ശരി, ഒന്നും കൂടി പറയാം. ഇന്നു നീ കൂടി വന്നുകൊള്ളൂ. ഇന്നു, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഇന്നു നീ കൂടി വന്നുകൊള്ളൂ. പലപ്പോഴും നമ്മൾ ഇത് തെറ്റിക്കാറുള്ള ഇന്ന് നീയും കൂടി വന്നുകൊള്ളൂ. എപ്പോഴും നമ്മൾ സാധാരണ ഭാഷയിൽ കൂടി പറയുന്നതാണ്. നമ്മൾ പറയുന്നുണ്ടെങ്കിലും നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ഇന്ന് നീയും കൂടി വന്നുകൊള്ളൂ എന്ന് പറയരുത്. ഇന്ന് നീ വന്നുകൊള്ളൂ. ഇന്ന് നീ കൂടി വന്നുകൊള്ളൂ. നീ വന്നുകൊള്ളൂ, അല്ലെങ്കിൽ നീയും കൂടി എന്ന് നമ്മൾ ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഭാഷയുടെ ചിന്തയിൽ കൂടി പോയപ്പോൾ കണ്ടപ്പോൾ ഒരു തെറ്റ് പലപ്പോഴും കണ്ടു. മഹത്വം, 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 മഹത്വം. മഹത്വം എന്ന് ഒരിക്കലും എഴുതരുത്. ഇത് തെറ്റാണ്. മഹത്വം ആണ് ശരി. മഹത്വം, ഒരു വ്യക്തിയുടെ മഹത്വം, ഇതാണ് ശരി. മഹത്വം എന്ന് എഴുതരുത്. മഹത്വം തെറ്റാണ്. അതുപോലെ വേറെ ചില കാര്യങ്ങളോട് നമുക്ക് സഞ്ചരിക്കാം. അന്ന് വരെ, അന്ന് വരെ, ഇത് തെറ്റാണ്. അന്നു വരെ, അന്നു വരെ പലപ്പോഴും ഉപയോഗിക്കുന്നതാണ് കേട്ടോ. അന്ന് വരെ ഇത് എഴുതരുത്, തെറ്റാണ്. അന്നു വരെ. അതുപോലെ അതുകൊണ്ട്, 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 ഇതാണ് തെറ്റാണ്. അതുകൊണ്ട്. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ഭാഷയിൽ കൂടി പോകുമ്പോൾ പലപ്പോഴും തെറ്റായി പല സ്ഥലങ്ങൾ കാണാറുണ്ട്. നിങ്ങളിതെല്ലാം എഴുതിയെടുക്കുക. പ്രത്യേകിച്ച് ഓരോ കാര്യങ്ങൾ നമ്മൾ ഓരോ ദിവസവും പഠിക്കുമ്പോൾ പുതിയ പുതിയ അറിവുകളാണ് നമ്മൾ കിട്ടുന്നത്. അറിവുകൾ ഒരിക്കലും അസ്തമിക്കുന്നില്ല. അറിവുകൾ ഓരോ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അറിവുകൾ ഓരോ വാചകത്തിലും ഓരോ പദങ്ങളിലും തെറ്റായ രീതിയിൽ ഉപയോഗിച്ചാൽ നാം അതിൻ്റെ മഹത്വം, അതിൻ്റെ അറിവ് നഷ്ടപ്പെടും. അപ്പം അന്ന് വരെ പറയല്ല, അന്നു വരെ, അതുകൊണ്ട്, അതുകൊണ്ട് എന്നുള്ള അംശം നാം മനസ്സിലാക്കണം. ശരി. അതുപോലെ തന്നെയാണ് കവിത്രയം എന്നുള്ള ആ കവിത്രയം, കവിത്രയം, കവിത്രയങ്ങൾ. പലപ്പോഴും കവിത്രയം നമുക്കറിയാം. ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ, ആധുനിക കവിത്രയങ്ങളുടെ കാലം. ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ മലയാള കവിതയുടെ സുവർണകാലമായിരുന്നു. ആധുനിക കവിത്രയങ്ങളുടെ കാലം തെറ്റി. ആധുനിക കവിത്രയങ്ങളുടെ കാലം എന്ന് പറയുമ്പോൾ തന്നെ തെറ്റി. ത്രയം എന്നത് 3 ത്രയം എന്ന് പറയുന്നത് 3. 3 ത്രയം. അപ്പോൾ അത് ശരിയാവണമെന്നുണ്ടെങ്കിൽ, കവിത്രയങ്ങൾ എന്ന പ്രയോഗം ശരിയാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞത് മികച്ച 3 കവിത്രയത്തിൻ്റെ കാലം കൂടി വരണം, അല്ലേ? കവിത്രയം എന്ന് പറയുന്നത് 3, കവിത്രയങ്ങൾ എന്തായി? അതിൽ കൂടുതലായി, 6ആയി. പിന്നെ ഒരു 3 കവികളോട് വരണം. അപ്പോൾ കവിത്രയം എന്ന് മാത്രമേ പറയാവൂ. കവിത്രയത്തിൻ്റെ കാലം ഒരിക്കലും പറയാൻ പാടില്ല. ആധുനിക കവിത്രയങ്ങളുടെ കാലം മലയാള കവിതയുടെ സുവർണ കാലമായിരുന്നു എന്ന് പറയാൻ പാടില്ല. ആധുനിക കവിത്രയങ്ങളുടെ കാലം, കവിത്രയങ്ങളുടെ കാലം എന്ന് പറയുമ്പോൾ 3ൽ കൂടുതലുള്ള കവികളായി അവിടെ.
കവിത്രയം എന്ന് പറയുന്നത്, ത്രയം എന്ന് പറയുന്നത് 3 കവിത്രയം എന്നനുഷ്ഠിക്കുന്നത് ആ ഉപയോഗക്രമം ആശാൻ ഉള്ളൂർ വള്ളത്തോൾ എന്ന ആ അറിവ് നമ്മളിലേക്ക് പകർന്ന് പലപ്പോഴും കൊടുക്കുമ്പോൾ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് കവിത്രയങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ കവിത്രയങ്ങൾ എന്ന് പറയുമ്പോൾ അത് 3 കൂടിയുള്ള ആ എണ്ണം, അതായത് 6 ആയിക്കോട്ടെ, 1 കൂടുതൽ ആയിക്കോട്ടെ, 6 കവികൾ ഉണ്ടായിരുന്നെങ്കിൽ നാം കവിത്രയങ്ങൾ എന്ന് പറയും. ഇപ്പോൾ ആശാൻ ഉള്ളൂർ വള്ളത്തോൾ എന്ന് മാത്രം പറയുമ്പോൾ കവിത്രയം എന്ന് മാത്രമേ പറയാവൂ. നമുക്ക് പറയാം കവിത്രയത്തിൻ്റെ കാലം. അതുപോലെയാണ് ലോകത്രയം. ഇതും പലപ്പോഴും നമുക്ക് ഉപയോഗക്രമത്തിൽ വരുന്നത്. ലോകത്രയം എന്ന് പറയുന്നത് ഭൂമി, സ്വർഗം, പാതാളം എന്ന് പറയത്തില്ലേ? ഭൂമി, സ്വർഗം, പാതാളം. ഭൂമി, സ്വർഗം, പാതാളം. ഭൂമി, സ്വർഗം, പാതാളം എന്ന് പറയുന്നത് ലോകത്രയമാണ്. അപ്പം ലോകത്രയങ്ങൾ എന്ന് പറയുന്നത് എന്താ? ഭൂമി 1 കൂടുതൽ, സ്വർഗം 1 കൂടുതൽ, പാതാളം 1 കൂടുതൽ. അങ്ങനെ ലോകത്രയങ്ങൾ എന്ന് പറയരുത്, ലോകത്രയം എന്ന് പറയുന്നത്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. ഏറ്റവും പല സമയത്തും നമ്മൾ തെറ്റിക്കുന്ന ഒരു പദമാണത്. ത്രയം എന്ന് പറയുന്നത് 3, ത്രയങ്ങൾ എന്ന് പറയുന്നത് 3 കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രമേ ത്രയങ്ങൾ എന്നുള്ള ഭാഷയുടെ പരിജ്ഞാനത്തിൻ്റെ അറിവ്, ആ പദസമ്പത്ത് കൂടി നിങ്ങൾക്ക് പ്രായോഗിക തലത്തിൽ പ്രയോഗിക്കാൻ സാധ്യമാവുകയുള്ളൂ. ശരി. അങ്ങനെ നാം ഭാഷയിൽ കൂടി പോകുന്ന എന്തെന്ത് അറിവുകളാണെന്നറിയാമോ? ശരിയായ അതിൻ്റെ ഉപയോഗക്രമം, ശരിയായ അതിൻ്റെ രീതി, ശരിയായ അതിൻ്റെ ഉൾക്കാഴ്ച എന്നിവയിൽ കൂടി നാം പോകുന്നത്. നാം പഠിക്കുന്ന ഓരോ കാര്യവും അത് ശരിയായ രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മൾ ഭാഷയുടെ ശൈലി പൂർത്തീകരിക്കാൻ സാധ്യമാവുള്ളൂ. നമുക്ക് വേറെ കുറേ പദങ്ങളോട് നമുക്ക് ചിന്തിക്കാം. മംഗല്യം. മംഗല്യം എന്ന് പറയുന്നത് താലി എന്നാണ്. മാംഗല്യം എന്ന് പറയുന്നത് ശുഭം. ശുഭം എന്നുള്ള ആ ഒരു അർത്ഥതലമാണ്. ഭാഗം എന്നിവയാണ്. അതുപോലെ മരണാന്തരം വേറൊന്ന് പറയാം. മരണാന്തരം മരണാന്തരം എന്ന് പറയുന്നത് മരണം വരെ. മരണാനന്തരം എന്ന് പറയുന്നത് മരണത്തിന് ശേഷം. മരണത്തിനു ശേഷം. ശ്രദ്ധിക്കേണ്ട കാര്യം, മരണാന്തരം എന്ന് പറയുന്നത് മരണം വരെയുള്ളതാണ് മരണാന്തരം. മരണാനന്തരം എന്ന് പറയുന്നത് മരണത്തിനു ശേഷം. ശ്രദ്ധിക്കുക, ഒന്നും കൂടി പറയാം. മരണാന്തരം എന്ന് പറയുന്നത് മരണം വരെ, മരണാനന്തരം എന്ന് പറയുന്നത് മരണത്തിന് ശേഷം. ശ്രദ്ധിക്കുക, മനസ്സിൽ ഇത് പ്രത്യേകം വെക്കുക, എഴുതിയെടുക്കുക. ശരി. നമ്മൾ യഥാ എന്ന പ്രയോഗം, യഥാ എപ്രകാരം, അഥവാ എന്ന പോലെ യഥാ എന്ന് പറയും അല്ലേ? യഥാക്രമം, യഥാ പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. യഥാ അല്ലേ? യഥാക്രമം, ക്രമമനുസരിച്ച്. ക്രമമനുസരിച്ചാണ് യഥാക്രമം. അതുപോലെ നാം പറയും യഥാതഥം, യഥാന്യായം, ന്യായം പോലെ.
യഥാന്യായം ന്യായം പോലെ, യഥാവിധി വിധി പോലെ, യഥേച്ഛം ഇച്ഛ പോലെ. യഥേച്ഛം എപ്പോഴും ഉപയോഗിക്കുന്നതാണിത്. യഥേച്ഛം യഥേച്ഛം ഇച്ഛ പോലെ, യഥേച്ഛം ഇച്ഛ പോലെ. ഇങ്ങനെയുള്ള അംശങ്ങൾ നാം ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ഭാഷയുടെ ശൈലി ഉപയോഗക്രമത്തിൽ കൊണ്ടുവരാൻ സാധ്യമുള്ളൂ. ഒന്നും കൂടി, യഥാ എപ്രകാരം അഥവാ എന്ന പോലെ, യഥാക്രമം ക്രമമനുസരിച്ച്, യഥാതഥം ഉചിതമായ, യഥാന്യായം ന്യായം പോലെ, യഥാവിധി വിധി പോലെ. യഥാ എന്ന് പറഞ്ഞ് യാതൊരിക്കൽ അല്ലെങ്കിൽ എപ്പോൾ. യഥാ യാതൊരിക്കൽ എപ്പോൾ. അപ്പോൾ നാം ഇങ്ങനെ പറഞ്ഞു വരുന്നത് നാം അനുഷ്ഠിക്കേണ്ട രീതി, നാം ഇതിൻ്റെ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നാം ഒരു ഇടയ്ക്കൊരു കുറച്ച് സമയത്തിന് ശേഷം നമുക്കൊരു സമയത്തിന് ശേഷം നാം ബാക്കി കാര്യങ്ങൾ കൂടെ പഠിക്കാം. ശരി.